പൊതുവെ മുസ്ലിം സമൂഹം കേരളത്തിൽ പ്രത്യേകിച്ചും ലോകത്ത് പൊതുവിലും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ, മുസ്ലിം ജനത അല്ലെങ്കിൽ മുസ്ലിം യുവത മതത്തിൽ നിന്ന് അകലുന്നു, മതത്തിന്റെ കാർക്കശ്യങ്ങൾ വിട്ടു തുടങ്ങിയിരിക്കുന്നു. മൗലവിമാര് കണ്ണുരുട്ടുമ്പോൾ, മഹല്ലിലെ കമ്മിറ്റിക്കാര് ബഹളുണ്ടാക്കുമ്പോൾ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹം പതിയെ പതിയെ മാറുന്നു. അവരുടെ ഒരു ഭീഷണിക്കൊക്കെ അപ്പുറത്തേക്ക് അവർ ജീവിക്കാൻ പഠിക്കുന്നു, അവരതിനോട് പ്രതികരിക്കുന്നു, മതത്തെ ആശയപരമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അതിൽ അവർ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. മതനിരാസം, പല വിഷയങ്ങളിലും ജീവിതത്തിൽ മതം പരിഗണിക്കാതെയുള്ള ജീവിതം അവർ സധൈര്യം തിരഞ്ഞെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരവസ്ഥ. മതത്തോടുള്ള പുതിയ തലമുറയുടെ ഈ സമീപനത്തെക്കുറിച്ച് എല്ലാവരും ആശങ്കാകുലരാണ്. ഓരോ വീടും മഹല്ലുകളും മതസംഘടനകളും മതനേതൃത്വവും മതങ്ങളുടെ ആ ഒരു വോട്ട് ബേസിൽ കണ്ടു നട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ആശങ്ക പൊതുവിൽ പങ്കുവെക്കുകയും ആ ഒരു അവസ്ഥയിൽ നിന്ന് മതസമൂഹത്തെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിനെതിരെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി അവർ പുതിയ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ഉയർന്നു വന്നിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സമസ്ത വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാൾ പറഞ്ഞ ചില ആശങ്കകൾ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും അദ്ദേഹം അതിനുവേണ്ടി സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളും ചില പ്രതിരോധ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന ആ ഒരു വീഡിയോ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പണ്ട് 2 വർഷം മുൻപ് ഇവർ ഇതേ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് കോവിഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ പോലെ തിരികെ പള്ളികളിലേക്ക് ജമാഅത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആളുകളെ വിളിച്ചപ്പോൾ പള്ളികൾ കാലിയായി കിടക്കുന്നു, വിശ്വാസികൾ പലരും പള്ളിയിൽ പോകാതിരിക്കുന്നതാണ് നോർമൽ എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നു, മതനിരാസം കൂടുന്നു, ക്ലബ് ഹൗസിൽ ഉസ്താദുമാരെ എയറിലാകുന്നു എന്നുള്ള കാഴ്ചയൊക്കെ കണ്ടു. അതിൽ മിക്കവരും ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്നവരൊക്കെ ഇസ്ലാമിനെതിരെ നല്ല രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ അവരന്ന് തുടങ്ങിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു ത്രൈമാസ ക്യാമ്പയിൻ. അതും സമസ്തയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇതേ അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞ കാര്യങ്ങളും അന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചിരുന്ന മഹല്ലുകൾ, കേരളത്തിലെ മഹല്ലുകൾ ഇവിടെ സമാന്തര സർക്കാരുകളെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇസ്ലാം ഒഴികെയുള്ള ആശയധാരകൾ മുസ്ലിം സമൂഹത്തിനകത്തേക്ക് അവരുടെ ചിന്തകളിലേക്ക് കടന്നു കയറുന്നതിനെ പ്രതിരോധിക്കുന്ന സുസജ്ജമായ സംഘടിതമായ ഒരു ശക്തിയായിട്ട്, ഒരു സമാന്തര ഭരണകൂടമായിട്ട് മഹല്ലുകൾ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യവും കൂടെ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഇവരുടെ ആശങ്ക 3 വർഷമായിട്ടും അല്ലെങ്കിൽ 2 വർഷത്തിലധികമായി കൃത്യമായി സംഘാടനത്തിലൂടെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഫലം കാണാത്തതിലുള്ള നിരാശയാണ് ഏറ്റവും അവസാനം അബ്ദുസമദ് പൂക്കോട്ടൂർ പങ്കുവച്ച ആ വീഡിയോയിലുള്ളത്. അവിടെ തുടങ്ങി നമ്മൾ പഴയ കാലത്തെ അവരുടെ ആ ഒരു മുന്നൊരുക്കം, കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രതിരോധ പരിപാടികളുടെ മുന്നൊരുക്കവും അതിന് നടത്തിയുള്ള ക്യാമ്പയിനും അതൊക്കെ ഒന്ന് കണ്ടുവരാം എന്നാണ് ഇന്നത്തെ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അതിനു മുൻപ് സമസ്ത എന്ന് പറയുമ്പോൾ എന്താണ് സമസ്ത എന്നറിയാത്ത ആൾക്കാർക്ക്, സമസ്ത എന്ന് പറയുന്നത് കേരളത്തിലെ സുന്നി വിഭാഗം മുസ്ലിങ്ങളുടെ ആത്മീയ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ, മതപണ്ഡിതന്മാരുടെ ഒരു നേതൃത്വത്തെയാണ് സമസ്ത എന്നൊരു ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അത്തരം ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് സമസ്ത കേരള, ജമിയത്തുൽ ഉലമാന്നോ ജമിയത്തുൽ മുഅല്ലിമീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചെറിയ വകഭേദങ്ങളോടുകൂടി ഒന്നിലധികം സംഘടനകൾ, പണ്ഡിത നേതൃത്വങ്ങളുണ്ട്. അവർക്കെല്ലാം താഴെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പിന്നെ ഇവർക്കൊക്കെ കീഴിൽ പല പല മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്ത് നടക്കുന്ന, വെള്ളിയാഴ്ച ജുമുഅ നടക്കുന്ന ഒരു പള്ളി, അതിന് ചുറ്റും താമസിക്കുന്ന, അപ്പൊ നമ്മൾ ഈ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രതലത്തിൽ പറഞ്ഞാൽ ഇടവക എന്നൊക്കെ പറയുന്നത് പോലെ, അപ്പോൾ ഒരു പള്ളി, ആ പള്ളിയിലേക്ക് ജുമുഅയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചാൽ ആ പള്ളിയിൽ കബറടക്കം ചെയ്യുന്ന തരത്തിലുള്ള കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംവിധാനത്തിനാണ് മഹല്ല് എന്ന് പറയാം. ആ മഹല്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ പള്ളിയുടെ കാളി ആയിരിക്കും. കാളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇമാമ്, ഖത്തീബ്, അങ്ങനെ പല റോളുകൾ അദ്ദേഹത്തിനുണ്ടാവും. അയാളൊരു പണ്ഡിതനായിരിക്കും. ആ പണ്ഡിതനെ അസിസ്റ്റ് ചെയ്യാൻ ചില ആളുകൾ ഉണ്ടാവും. പിന്നെ ഈ പള്ളിയുടെ മഹല്ലുകളും ആ പള്ളിക്ക് കീഴിലുള്ള ആ മഹല്ലിൽ പ്രവർത്തിക്കുന്ന മദ്രസകൾ, മതപഠനശാലകൾ, അതിൻ്റെ കമ്മിറ്റികൾ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഉമറാക്കൾ എന്ന് പറയുന്ന ഈ ഭരണസമിതി അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സംവിധാനം, ലോക്കൽ ബോഡി സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിനാണ് മഹല്ല് എന്ന് പറയാം. അപ്പോൾ സമസ്ത, മഹല്ല്, ഉലമാക്കൾ, ഉമറാക്കൾ എന്നൊക്കെ പറയുമ്പോൾ അതിലിനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പലരും എന്നോട് പല വീഡിയോകളിലും ഈ അറബി വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാറില്ല എന്നൊരു പരാതി പറഞ്ഞതുകൊണ്ട് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പോകാം. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പണ്ഡിത നേതൃത്വം അവരെന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകും.
മറ്റൊന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് പരമ്പരാഗതമായ ആ പ്രാചീന ആശയം വെച്ച് പുലർത്തുന്ന ഒരു സംഘടനയാണ്. അതാണ് മതത്തിന്റെ മൂലാധാരം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും വസ്തുതയും അതാണ്. അപ്പൊ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൻ ആശയത്തിൽ കുറ്റിയടിച്ച് കെട്ടിയിട്ടുള്ള ഒരു കൂട്ടം നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ ഒരു നിരയാണ്. അവർ വിശ്വസിക്കുന്നത് ഇസ്ലാം അന്ന് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ വേണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ പഴകിയ ആശയങ്ങളും അതുപോലെ എല്ലാ കാലത്തും ഇക്കാലത്തും പ്രാവർത്തികമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ്. അതിവിടെ നടക്കൂല, മുസ്ലിം സമൂഹത്തിനകത്ത് പരിപാടിയൊന്നും നടക്കൂല എന്ന് അവർക്കറിയാം. എന്നാലും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ഭാഗമായി ഈ സമസ്തയുടെ ആളുകളാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള തട്ടമിടാത്തവരെ കഴിഞ്ഞാട്ടക്കാരുകളാണ് എന്ന് പറഞ്ഞ ആള് ഇതേ സമസ്തയുടെ പ്രതിനിധിയാണ്. ഒരു 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒരു പെൺകുട്ടിയെ അനുമോദിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയതിനു ശേഷം ആരാടാ 10ാം ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് കയറ്റിയത്? സമസ്തയുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം നിങ്ങൾക്ക് അറിയില്ലേ? ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ട, സർട്ടിഫിക്കറ്റ് പോലെ വാപ്പ വന്ന് വാങ്ങിക്കോളും എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ ഓർക്കുന്നത്. അതും ഇതേ സമസ്തയുടെ മറ്റൊരു താരമാണ് അതിനൊക്കെ ആൾക്കാർ. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചാടിയിറങ്ങുന്ന നാസർ ഫൈസി കൂടത്തായി ഒക്കെ ഈ സമസ്തയുടെ അനുബന്ധ ഘടകങ്ങളുടെ വക്താക്കളാണ്. അബ്ദുസമദ് പൂക്കോട്ടൂർ പിന്നെ ഡയറക്റ്റ് ആയിട്ട് സമസ്ത വക്താവ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാലേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇനി അബ്ദുസമദ് പൂക്കോട്ടൂർ ആശങ്ക പങ്കുവെക്കട്ടെ, നമുക്കതൊന്ന് കേൾക്കാം. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, പുതിയ തലമുറയിൽ മതനിരാസം വർദ്ധിച്ചു വരുന്നത്. കാരണം യുക്തിവാദ സംഘടനകൾ ശക്തമായി പിടിമുറുക്കിയിട്ടുണ്ട്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ വർദ്ധിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവണത ചില ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. മതനിരാസം എന്നതൊരു പ്രവണത വർദ്ധിച്ചു വരുന്നു, അതൊരു സത്യമാണ്. പക്ഷേ ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പിടിമുറുക്കുന്നു എന്നാണ്. എവിടെ പോയി പിടിമുറുക്കുന്നു എന്നാണ്? ഇവരുടെ മദ്രസകളുടെ മുകളിലാ, പള്ളികളുടെ മുകളിലാ, മഹല്ലുകളുടെ. എവിടെ പോയിട്ടാണ് ഈ സ്വതന്ത്ര ചിന്താ പ്രവർത്തകർ, യുക്തിവാദ സംഘടനകൾ പിടിമുറുക്കുന്നത്? അവർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും. മൗലവിമാര് വിളമ്പുന്ന, ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് റിയാക്ഷൻ വീഡിയോസ് ആണ്. ഇവർ പറഞ്ഞു വെച്ച സാധനങ്ങളോടുള്ള പ്രതികരണം, ഇവർ എഴുതി വെച്ച സാധനങ്ങളോടുള്ള പ്രതികരണമാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ പിടിമുറുക്കൽ. അല്ലാതെ നമ്മളിവിടെ പിടിമുറുക്കുന്ന ആരെ കയറി എന്ത് പിടിമുറുക്കാനാ? ഇതൊന്നല്ല പ്രശ്നം. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആക്സസ് ഉണ്ട്, എല്ലാവർക്കും ഇന്റർനെറ്റ് ഉണ്ട്. വിവരങ്ങൾ മൗലവിമാര് പിന്നെ വലിച്ചു നീട്ടി പറയുന്ന വയല് മാത്രമല്ല, അറിവ് കിട്ടാനുള്ള സ്രോതസ് എന്ന ഒരു നില വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് സംശയം തോന്നിയാൽ മൗലവിയോട് ചോദിച്ചാൽ, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കുട്ടി ഗൂഗിൾ ചെയ്ത് നോക്കും, കുട്ടിക്ക് വേറെ വിവരം കിട്ടും. അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ പ്രശ്നം. ഇന്നത് വർദ്ധിച്ചിട്ടുണ്ട്, താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു, അതുപോലെ തന്നെ നെറ്റിലൂടെ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്ന കാലം വർദ്ധിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോ അധ്യാപകർ പോലും ഇല്ലാതാവുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാൻ പോവാണ്. ഇനി അധ്യാപകരില്ലാത്ത ഒരു ലോകത്ത് വിദ്യാഭ്യാസം വരുന്നു. അപ്പൊ തലമുറ എന്താവും നമുക്കറിയില്ല. നിന്നെ നീ തന്നെ കാത്തോളനെ അല്ലാ എന്നാണ്. മൗലവിമാരും മഹല്ലും മദ്രസയും ഉമറാക്കളും ഉലമാക്കളും ഉമ്മത്തും എല്ലാം ഉണ്ടായിട്ടും ഇതാണ് കോലമെങ്കിൽ, അധ്യാപകർ പോലും വേണ്ടാത്തൊരു കാലത്തേക്ക് ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ എന്താ കഥ ആർക്കറിയാം? എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പിടിയും ഇല്ല. ആശങ്ക പെരുകുകയാണ്, നിരാശയുടെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ കയ്യിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാനുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇപ്പം ആ ഒരു നിലവിളിയുടെ, ആ കരച്ചിൽ വരുന്നതിൻ്റെ, ആ ഇടനെഞ്ച് പൊട്ടുന്ന ചെറിയ ആ ഒരു എന്താ പറയുക ഗദ്ഗതത്തിൻ്റെ മ്യൂസിക് ഇടണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളത് സങ്കല്പിച്ച് പൂരിപ്പിച്ചോളുക. ഇവിടെ അതിനുള്ള സംവിധാനം തൽക്കാലം ഇല്ല. അത് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവരും ഹൈന്ദവരും എല്ലാവരും ഈ കാഴ്ചപ്പാടുള്ളവരാണ്. മതനിരാസം അംഗീകരിക്കുന്നവർ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. മതിയിലോ എന്തിനാ കുറെ? എല്ലാവർക്കും ഈ ആശങ്ക ഉണ്ട്, അത് ശരിയുമാണ്. എല്ലാവർക്കും ഈ ആശങ്കയുണ്ട്. എന്നാൽ വെപ്രാളപ്പെട്ട് ബേജാറായി ഓടി നടന്നിട്ട് ഈ ആശങ്ക പങ്കുവെക്കുകയും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന് സംഘടനകളും ട്രെയിനിങ്ങുകളും പ്രത്യേക പരിശീലന കളരികളും നടത്തുന്ന ആളുകൾ അധികമില്ല എന്ന് വേണം കരുതാൻ. ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ പബ്ലിക്കായി വന്ന് വലിയ സംഭവമായിട്ട് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഓർത്ത് നിലവിളിക്കുന്നില്ല. ഇത് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്നും ഈ കാലഘട്ടത്തിനോട് സംവദിക്കാനുള്ള കെൽപ്പ് നമ്മുടെ കിതാബിനില്ല എന്നും മനസ്സിലാക്കുകയും നമ്മുടെ പണ്ഡിതന്മാരെ ഈ കാലഘട്ടത്തിലെ കുട്ടികളോട് സംവദിക്കത്തക്ക തരത്തിൽ അറ്റ്ലീസ്റ്റ് കിതാബിലുള്ളത് മൂടി വെക്കാനുള്ള പരിശീലനം കൊടുക്കുകയും കുട്ടികൾക്ക് കിട്ടാത്തോടത്ത് കിതാബ് എത്തിക്കാനുള്ള സംവിധാനം ആഗോള അടിസ്ഥാനത്തിൽ ഉമ്മത്ത് സംഘടിതമായിട്ട് ചെയ്യുകയും ചെയ്യുക എന്നതല്ലാത്ത ഒരു പ്രതിവിധിയില്ല. പിന്നെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് എഴുതിയത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് അങ്ങനെയല്ല എന്ന ഒരു
മലക്കം മറിച്ചിൽ മാത്രമാണ്. അതായത് നിങ്ങൾ പഴയ തഫ്സീറും ഹദീസും ഗ്രന്ഥങ്ങളും ഒക്കെ തള്ളിയിട്ട് ആധുനിക കാലത്തെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്ന കോലത്തിൽ ഖുർആൻ ആയത്തുകൾക്ക് അർത്ഥം വെക്കുക, വ്യാഖ്യാനിക്കുക. വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി സംവാദവേദിയിൽ വ്യാഖ്യാനം മാറ്റുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇസ്ലാം എന്താണ് എന്നും ഇസ്ലാമിന്റെ ആശയം എന്താണ് എന്നും ആധുനിക മനുഷ്യ സമൂഹത്തിന് ചേർന്ന് പോകുന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച് മുസ്ലിം സമൂഹത്തിന്റെ മൈൻഡ് സെറ്റിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നതല്ലാതെ പിടിച്ചു നിൽക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. അത് തിരിച്ചറിഞ്ഞ കുറെ പേരൊക്കെ ലോകത്തിന്റെ പല ഭാഗത്ത് അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സമസ്ത എന്ന് പറഞ്ഞാൽ പഴയ പഴഞ്ചൻ ആശയമാണ് ശരി എന്ന് വിചാരിക്കുന്നവരാണ്, അതാണ് വസ്തുതയും, ഞങ്ങൾ അത് തന്നെ വേണം എന്ന് ഉറച്ചു വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ 6-ാം നൂറ്റാണ്ടിന്റെ ചെളിയിൽ പൂണ്ടു കിടക്കും. മുസ്ലിം സമുദായം, പുതിയ കുട്ടികൾ അവർ കാലഘട്ടത്തിനൊപ്പം മുന്നോട്ട് പോകും. പണ്ഡിതന്മാർ ബാക്കിൽ കിടന്ന് ആ ചെളിക്കുണ്ടിൽ കിടന്ന് നിലവിളിക്കും. ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, സംഭവിക്കും, നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സോഷ്യൽ മീഡിയയിലൂടെ ഈ വരുന്നത് സോഷ്യൽ മീഡിയയിൽ സ്വയംഭൂ ആവുകയല്ല. ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഭാഗം അതിൽ അപ്ലോഡ് ചെയ്യുന്ന അത്തരം ക്ലിപ്പുകളും അതുപോലെ തന്നെ അത്തരം പ്രഭാഷണങ്ങളുമാണ്. യുക്തിവാദി പ്രഭാഷണം ധാരാളമായി അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ അത് ഉപയോഗിക്കുന്ന കുട്ടികൾ അതിലേക്ക് പോകും. അപ്പോൾ ഞങ്ങളുടെ കടമ കൂടുതൽ വർദ്ധിക്കും. ഒരു ആത്മവിശ്വാസക്കുറവ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നോക്കൂ, ഏതെങ്കിലും തരത്തിലുള്ള യുക്തിവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശന വീഡിയോകൾ, ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതൊന്നും ഏതെങ്കിലും ചെറിയ കുട്ടികൾ 5 വയസ്സിലോ 6 വയസ്സിലോ കേട്ട് പരിചയിച്ച് കയറി വരുന്നവരൊന്നുമല്ല. ഇവർ 3 വയസ്സ് മുതൽ കുട്ടികളെ മതപാഠശാലകളിൽ കൊണ്ടാക്കി മതം മാത്രം പഠിപ്പിച്ച് അല്ലെങ്കിൽ ലോകത്തെ തന്നെ മതത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണിച്ച് എല്ലാ കാര്യങ്ങളെയും മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെ പോലും മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഊന്നൽ കൊടുത്ത് പഠിപ്പിച്ച്, ചിലതൊക്കെ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ പോലും പല ടീച്ചർമാരും പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പരിണാമം ഒക്കെ പഠിപ്പിച്ചിട്ട് അവസാനം പറയുമല്ലോ, മുസ്ലിം ടീച്ചർമാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള കുട്ടികളോടൊക്കെ പറയുമല്ലോ, ഇത് ഇങ്ങനെയൊന്നും അല്ല ശരിക്ക് വേറെയാണ് കഥ, പരിണാമമൊന്നുമല്ല. പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം, നിങ്ങൾ പരിണാമം എങ്ങനെയാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ എന്നാണ്. ആ രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ വരെ ഉള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്ന് വരുന്ന കുട്ടികൾ 10, 15, 20 വർഷം പരിശീലിപ്പിച്ച് മതം കുത്തി നിറച്ച് മതത്തിനെതിരെ വരുന്ന എല്ലാ ചോദ്യങ്ങളെയും നരകവും ഇബിലീസും ശിക്ഷയും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഹലാക്കിന്റെ ഔലും കഞ്ഞിയാക്കിയിട്ട് വളർത്തിക്കൊണ്ടിരുന്ന കുട്ടികൾ 2 സോഷ്യൽ മീഡിയ വീഡിയോ കാണുമ്പോഴത്തിന് ഓല ആ വൈക്കങ്ങ് പോവെങ്കിൽ നിങ്ങൾ അടിമുടി മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ പാഠ്യപദ്ധതിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവവിശ്വാസം കുട്ടികളിൽ പഠിപ്പിക്കുക എന്ന് പോലും അറിയില്ല എന്നാണ് ഈ മനസ്സിലാക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ 10, 12, 15, 15, 20 കൊല്ലം ദൈവവിശ്വാസം പഠിപ്പിച്ച് വലുതായ കുട്ടികൾക്ക് 2 വീഡിയോ കാണുമ്പോഴത്തിന് പുകയായി പോകും നിങ്ങളെ ദൈവം. ആ കുട്ടികളുടെ മനസ്സിന്ന് കഷ്ടം. എന്താ ചെയ്യുക? സ്വന്തം പ്രസ്ഥാനത്തെക്കുറിച്ചും സ്വന്തം പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത്രയും അവമതിപ്പ് ഒരാൾക്ക് ഉണ്ടാവാൻ പാടുണ്ടോ? അബ്ദുസമദ് പൂക്കോട്ടൂരെ, അങ്ങനെ സംഭവിക്കരുത്. നിങ്ങൾ നിരാശ കൈവിടരുത്, നിങ്ങൾ ആഞ്ഞു പ്രയത്നിക്കണം. എനിക്ക് തന്നെ സങ്കടം വരുത്. യുക്തിവാദം എന്ന് പറയുന്നത് ഇസ്ലാമിന് ഒരിക്കലും നിരക്കുന്ന കാര്യമല്ല. ഇസ്ലാം യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ട മതമല്ല. അള്ളാഹുവിന് കീഴടങ്ങേണ്ട ഒരു മതമാണ് ഇസ്ലാം. അത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ടാവും, രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാം പറയുന്ന ആ ചിട്ടയിൽ മുസ്ലിങ്ങൾ അവരുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? വിശ്വസിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇത് നിങ്ങൾ വീടുകളിൽ പഠിപ്പിക്കണം. എന്ത്? ഇസ്ലാം എന്ന് പറയുന്ന മതം അനുസരിക്കുന്നവരുണ്ടാവും, അനുസരിക്കാത്തവരുണ്ടാവും. അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ വീടകങ്ങൾ, മുസ്ലിം വീടുകൾ സന്നദ്ധമാവണം. വാപ്പാക്കൊരു വിശ്വാസമായിരിക്കും, ഉമ്മാക്ക് അളവ്, വിശ്വാസത്തിന് അളവ് വേറെ ആയിരിക്കും, മക്കളിൽ മറ്റു പല തരത്തിലുള്ള വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും. അതിനെ ഉൾക്കൊള്ളാനും അവനവന്റെ വിശ്വാസവും അവനവനും പടച്ചവനും എന്ന രീതിയിൽ ആ വിശ്വാസത്തെ അങ്ങനെ നിലനിർത്താനും കുടുംബ ജീവിതത്തെ വേറൊരു തരത്തിൽ തന്നെ രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ കാണാനും സാമൂഹ്യ സംവിധാനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥക്കനുസരിച്ച് ഭരണഘടനക്കനുസരിച്ച് സമൂഹത്തെ കാണാനും നിങ്ങൾ പഠിക്കണം. ആ പ്രാപ്തി നിങ്ങൾ നേടണം. ആ പ്രാപ്തി നേടാതെ നിങ്ങൾ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ഇദ്ദേഹം പറയുന്ന ആശങ്കയോട്, ഇവരുടെ നിരാശയിലുള്ള ഇവരോടുള്ള സഹാനുഭൂതി കൊണ്ട്, സഹതാപം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വെയിൽ കെട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ വടിയെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വിശാലത. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, വിശ്വാസമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇത് നിങ്ങൾ നിങ്ങളുടെ മുസ്ലിം കുടുംബങ്ങളിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക. മഹല്ലുകൾ അവരോട് ഒരേ രീതിയിൽ പരിഗണിക്കുന്ന, അവരെ കൂടി ഉൾക്കൊള്ളാൻ വിശ്വാസത്തിന്റെ അളവും തോതും അനുസരിച്ച് ആളുകളോട് ബഹിഷ്കരണവും സഹകരണവും നടപ്പിലാക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റികളും ഉമറാക്കളും സംഘം ചേരുന്ന ഏർപ്പാട് നിർത്തുക. ആളുകളെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വിചാരണ ചെയ്ത് ഓരോ വ്യക്തിയോടും സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കുക. പറയാലോ, നിങ്ങളെ മുന്നിൽ വേറെ മാർഗമില്ല, ഒരു മാർഗമല്ല. അവിടെ നമുക്ക് യുക്തിവാദത്തിന്റെ ചിന്ത അപ്ലോഡ് ചെയ്യുമ്പോൾ ആ യുക്തിവാദത്തിന്റെ അപ്രസക്തി ബോധ്യപ്പെടുന്ന ഇപ്പുറത്തും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് അതിന്, അല്ലാതെ ശാക്തിക സംഘടനത്തിലൂടെയല്ല, ബൗദ്ധിക ബുദ്ധിപരമായ സംഘടനത്തിലൂടെയാണ് അതിനെ നേരിടേണ്ടത്. അതാണ് ഈ ചെയ്യുന്ന പ്രവർത്തനം. അത് നിങ്ങളൊരു 50 കൊല്ലം മുമ്പ് തുടങ്ങണമായിരുന്നു മിനിമം. എന്ത്? ഇസ്ലാമിനെതിരെ വരുന്ന ആശയങ്ങൾ, യുക്തിഭദ്രമായ വാദങ്ങൾ
യുക്തിവാദ പ്രചാരണം, ഇസ്ലാം മത വിമർശനം എന്നിവയെയൊക്കെ ശാക്തികമായും കായികമായും അല്ല നേരിടേണ്ടത്, ബൗദ്ധികമായി ആണ് നേരിടേണ്ടത് എന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞത് നിങ്ങളൊരു 50 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും കഥ? ഇസ്ലാമിനെതിരെ വിമർശിക്കുന്ന ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഫ്ലവർ വേസ് ഒക്കെ വെച്ച ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്, നോക്കൂ സഹോദര, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, എന്താണ് അതിന്റെ കാരണം, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. അപ്പൊ ഞാൻ തെളിവ് തരും, ഖുർആൻ തരും, ഹദീസ് തരും. അപ്പൊ നിങ്ങൾ അത് അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കുക. അത് ഇന്നത്തെ കാലത്ത് യോജിക്കാത്തതല്ലേ എന്ന് ചോദിക്കുമ്പം അത് അന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ അവതരിപ്പിച്ചു പോയതാണ്, ഗതികോടുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്, അത് നിങ്ങൾ കാര്യമാക്കേണ്ടാകുമ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുക. പരിഷ്കരിക്കുക, മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലാതെ. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ആൾ പറയുന്നത് തെറ്റാണെന്നും വേറെ ശരിയാണുള്ളതെങ്കിൽ ആ ശരി ആശയപരമായിട്ട് സമ്മതിക്കൂ. അതിന് പകരം ഓൻ പള്ളി പോണില്ല, അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കുക. അവൻ കയറുന്ന പള്ളി ഏത് സംഘടനയാണെന്ന് നോക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കുക. എന്നിട്ട് അങ്ങനത്തെ ആളുകളെ മനസ്സിലാക്കി അവന്റെ വിശ്വാസത്തിന്റെ അളവും തോതും മനസ്സിലാക്കുക. അവൻ ഖുർആനിസ്റ്റാണോ, അവൻ ചേകനൂരിയാണോ, അതോ അവൻ യുക്തിവാദിയായിട്ടുണ്ടോ, അതോ അവൻ കാദിയാനിസത്തിലേക്ക് പോയോ എന്ന് ചൂഴ്ന്നന്വേഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് അങ്ങനെയുള്ള ആളുകളെ ആദ്യം കുടുംബത്തെ തടഞ്ഞു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് മര്യാദക്ക് വിശ്വാസത്തിക്ക് വന്നു, അല്ലെങ്കിൽ കുട്ടികളും കുടുംബം നഷ്ടപ്പെടും എന്ന് ഭീഷണിപ്പെടുത്തുക. അതുകൊണ്ട് വഴങ്ങുന്നില്ലെങ്കിൽ ഊര് വിലക്കുക, മഹല്ല് വിലക്കുക, വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറയാ, മരിച്ചാൽ കാണിക്കൂല എന്ന് പറയാ, മാതാവ് മരിച്ചാൽ പോലും അതിന്റെ മയ്യത്ത് പോലും കാണിക്കൂല എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഉമ്മാനെയും മകനെയും വൈകാരികമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഈ ഏർപ്പാടൊക്കെ നിർത്തണം. നിങ്ങളിതൊക്കെ നിർത്തും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതൊക്കെ സംഭവിക്കും നമ്മുടെ നാട്ടില്. ഇവിടെ ചില ആൾക്കാർ, ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ പറയും ഇതൊന്നും എത്ര കാലം പോയാലും നന്നാവില്ല എന്ന്. എനിക്ക് നല്ല വിശ്വാസം ഇതൊക്കെ നന്നാവും. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും, നിങ്ങളിതൊക്കെ ശരിയാക്കും. അപ്പൊ ശാക്തികമായ സംഘട്ടനമല്ല, ഭൗതികമായ സംഭാഷണങ്ങളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കും ആശയങ്ങൾക്കും മറുവാദങ്ങളും മറുപടികളും പ്രസിദ്ധപ്പെടുത്തിയും ഭൗതിക നിലവാരത്തിലുള്ള ഒരു സംവേദനം അല്ലെങ്കിൽ ഒരു സംവാദം അതുണ്ടാവും. അതാണ് ചെയ്യേണ്ടത് എന്നാണ്. എന്തായാലും ആ തിരിച്ചറിവിന് ഒരു നല്ല കയ്യടി സമ്മാനിക്കാൻ, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് നല്ല മാറ്റം. യഥാർത്ഥത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഔദ്യോഗിക കീഴ്ഘടകമാണ്. മഹല്ലുകളെ യോജിപ്പിച്ചുകൊണ്ട് മൊത്തം മഹല്ലുകൾക്ക് ഒരു കോർഡിനേഷൻ എന്ന രീതിയിൽ രൂപീകരിച്ച സംഘടനയാണ്. അതിന്റെ ഉദ്ദേശം നമ്മുടെ ഈ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ, അതിന്റെ ഭാരവാഹികൾ സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശാനുസരണം സമസ്തയുടെ സർക്കുലറുകളും നിർദ്ദേശങ്ങളും എല്ലാ സ്ഥലത്തും ഒരുപോലെ പാലിപ്പിക്കപ്പെടാൻ വേണ്ടി ഒരു കോർഡിനേഷൻ എന്ന രീതിയിൽ രൂപീകരിച്ച സംഘടനയാണ്. ഈ ആശയപരമായ ഭൗതികപരമായ മറുപടികളും സംവാദങ്ങളാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഇവരിതിന് ഒരുക്കി വെച്ച ഒരു സംഭവത്തിന്റെ ഒരു സെറ്റപ്പിന്റെ പേര് പറയുകയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മഹല്ലുകളുടെ കോർഡിനേഷൻ. ഈ മഹല്ലുകൾ പരസ്പരം സഹകരിച്ചും സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സഭയുടെ ആശയങ്ങളും തീരുമാനങ്ങളും ഓരോ മഹല്ലുകളിലും കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ഓരോ മഹല്ലിന്റെയും പ്രതിനിധികളെ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ഒരു ലീഡേഴ്സിന്റെ ക്യാമ്പ് ഉണ്ടാക്കുകയും അതിൽ ഓരോ മഹല്ലുകളും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും അതിനുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ആശയപരമായ സംവാദത്തിന്റെ സാധ്യതകളൊന്നും ഇദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ കാണുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് മതപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനം പണ്ഡിതന്മാര്, അതുപോലെ തന്നെ നാട്ടിലെ നേതാക്കൾ, അതായത് മഹല്ല് സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കൾ, അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾ, ഇവരുടെ 3 കൂട്ടരുടെയും ഒരു കോർഡിനേഷനാണ് യഥാർത്ഥത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ. സംസ്ഥ എന്ന് പറയുന്നത് പണ്ഡിത സംഘടനയാണ്. മഹല്ലുകളുടെ സാരഥികളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു മേഖലയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. അതിന്റെ പ്രവർത്തനോദ്ദേശം പ്രധാനമായി മഹല്ലുകളുടെ ഏകോപനവും സമസ്തയുടെ പദ്ധതികൾ മഹല്ലുകളിലൂടെ നടപ്പാക്കാനുള്ള സുഗമമായ ഒരു സംവിധാനവും. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്? അവര് ഊന്നൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ പ്രാഥമികമായിട്ടുള്ള ശ്രദ്ധ ചെന്ന് പതിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം 1-2 എണ്ണം എണ്ണി പറയും. 1, 2, 3 എന്നൊക്കെ എണ്ണും. ഒന്നും വിചാരിക്കേണ്ട, ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ആളുകളുടെ മതവിശ്വാസത്തിലുള്ള കുറവ്, ഉമ്മത്തിൽ നിന്ന് ആളുകൾ മുർത്തതുകൾ പെരുകുന്നതിന്റെ ആശങ്ക, ഇതന്നെ ഉള്ളൂ. നമ്പറൊക്കെ 1, 2, 3 എന്നൊക്കെ പറയും. സംഗതി പറഞ്ഞു വരുമ്പോൾ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ഒന്ന്, മഹല്ലുകളിലൊക്കെ സാധാരണഗതിയിൽ ഈ അരാജകത്വത്തിനും അധർമ്മത്തിനുമെതിരെ വളരെയധികം ഗൗരവത്തോടു കൂടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. മതപരമായ വിദ്യാഭ്യാസ പുരോഗതി, അതിന്റെ അടിസ്ഥാനം പള്ളി ദർസുകളും മദ്രസയുമാണ്. അത് പരിപോഷിപ്പിക്കൽ. അപ്പൊ ഇവരുടെ ഒന്നാമത്തെ പ്രവർത്തനം പള്ളി ദർസുകളും മദ്രസകളും പരിപോഷിപ്പിക്കൽ. പൊന്നാരന്റെ ഉസ്താദ് എത്ര കൊല്ലായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ മാരകമായ ശിക്ഷകൾ കൊടുത്ത് പഠിപ്പിച്ച് തലയിൽ കുത്തി നിറച്ച പേടിയും വിശ്വാസവും എല്ലാം കൊണ്ടും മതിയാവാത്തത് കൊണ്ട് ഇനി നിങ്ങൾ അതന്നെ പരിപോഷിപ്പിക്കാൻ പോവാ. നിങ്ങൾ ഈ പഴഞ്ചൻ ഏർപ്പാടിന്ന് വിട്ടുമാറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഫലം ഉണ്ടാവുമോ? എനിക്കറിയില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം,
യുവാക്കളിലും യുവതികളിലും ഒക്കെ ഉണ്ടാകുന്ന അധാർമിക പ്രവണത. ഇപ്പൊ ഉദാഹരണമായി മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോകുന്നു, അതുപോലെ തന്നെ മിശ്ര വിവാഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ മതത്തിന്റെ അതേ ചട്ടക്കൂടിൽ നിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് സംഘടന തന്നെയാണ്, അഥവാ സമസ്ത അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ. എന്താ കഥ? ഇന്ത്യ രാജ്യത്ത് പ്രായപൂർത്തിയായ രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന മിശ്ര വിവാഹം അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നു എന്നതിനൊക്കെ തടയിടേണ്ടത് മുസ്ലിം സംഘടനകളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നത് തമാശയാണ്. കാരണം എന്താ, നിങ്ങൾ മഹല്ലുകളിലെല്ലാം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമോ? പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും പോകുന്നിടത്തും വരുന്നിടത്തും അവര് കല്യാണം കഴിക്കാൻ പോവുകയാണോ ഒളിച്ചോടി പോവുകയാണോ എന്ന് നോക്കാൻ വേണ്ടി വല്ല സംവിധാനം ഏർപ്പെടുത്താൻ പറ്റുമോ? അതോ നിങ്ങൾ ഈ പഠിപ്പിക്കലിലൂടെ ഉത്ബോധിപ്പിച്ച് നമ്മൾ മുസ്ലിങ്ങളല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പഠിപ്പിച്ചിട്ട് മാറ്റാൻ പറ്റുമോ? എനിക്കറിയില്ല. നിങ്ങൾ മൊത്തം ഒരു തരത്തിലും ഫലപ്രദമല്ലാത്ത ചില പരിഹാരങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടുമ്പോൾ ആരുടെ കൂടെയാണോ ഒളിച്ചോടിയത് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടി പോകാൻ പാടില്ല എന്നത് അവരുടെ മതപരമായ ബോധത്തിന്റെ ഭാഗമാണ്. ആ ബോധം അവൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ മതപരമായ അധ്യാപനം നടക്കണം. അതിനുവേണ്ട സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതന്നെയല്ലേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലമില്ലല്ലോ. എന്തുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ മിശ്ര വിവാഹത്തിന് പോകുന്നു എന്ന് പറയുന്നത്? ഇതൊരു അനാവശ്യമായിട്ടുള്ള ആശങ്കയാണ്. മതം ഉണ്ട്, വിശ്വാസം ഉണ്ട് എങ്കിലും ജാതി മാറിയും മതം മാറിയും ആളുകൾ തമ്മിൽ പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കും. കാരണം ഇവരൊക്കെ മനുഷ്യരാണല്ലോ. അപ്പൊ അതിൽ മതത്തിന് വലിയ ആശങ്ക ഉണ്ടാവുന്നു, അതിൽ ഈ മതം പറഞ്ഞ് അവരെ പേടിപ്പിച്ച് നിർത്താൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വാസ്തവത്തിൽ ഇത് പെരുകുന്നുണ്ട് എങ്കിൽ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ മതനേതൃത്വം പറയുന്ന വൈവാഹിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ മതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ അവരതിനത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ അതും ഈ മതവിശ്വാസത്തിലുള്ള കുറവിന്റെ പ്രശ്നമാണ്. അപ്പൊ വീണ്ടും മതവിശ്വാസം ഊട്ടി ഉറപ്പിക്കുക എന്ന മദ്രസ പ്രവർത്തനം നടത്തുക എന്നതിലേക്ക് തന്നെ ഉസ്താദ് ചുരുങ്ങുന്നു. അതുകൊണ്ട് ഫലമില്ല എന്നാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പൊതുവെ മുസ്ലിം പെൺകുട്ടികൾക്ക് പോലും നമുക്കിപ്പം ഇസ്ലാം മതത്തിനകത്തുള്ള ആളുകളിൽ നിന്നും ആ സമൂഹത്തിനകത്തു നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്, മതപരത കൂടിയ കുടുംബങ്ങളിലേക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളും പെൺകുട്ടികളുടെ രക്ഷിതാക്കളും കല്യാണത്തിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഭയങ്കരമായിട്ടുള്ള ഒരു മൊയ്ലിയർ വേഷം കെട്ടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതബോധവും മതത്തിൽ ജീവിക്കുന്ന, മതം തിന്ന് മതം കുടിച്ച് മതത്തിൽ കുളിച്ച് മതത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അത്തരം പുരുഷന്മാരോട് മുസ്ലിം പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. അവർ വിവാഹം കഴിക്കാൻ അത്തരം ആളുകളെ തെരഞ്ഞെടുക്കുന്നില്ല. മുസ്ലിം പെൺകുട്ടികളുടെ പിതാക്കന്മാര് മതപരത കൂടിയ, വ്യക്തമായിട്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് AP കുടുംബമാണോ അവിടേക്ക് കെട്ടിക്കേണ്ട എന്ന നിലപാടെടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് വിദ്യാഭ്യാസവും ഒരു ജോലിക്കൊക്കെ പോയി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉള്ള കുടുംബമോ കുട്ടികളോ ഒക്കെ ആണെങ്കിൽ അപ്പൊ അതിന് പുറത്തേക്ക് മതപരത കുറഞ്ഞ മറ്റു ബന്ധങ്ങളിലേക്ക്, വിവാഹങ്ങളിലേക്ക് അവര് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതുമാവാം. എനിക്കറിയില്ല, ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറയല്ല. എന്തായാലും മതത്തോടുള്ള ഒരു പ്രതിപത്തി കുറവാണ് ഈ പ്രശ്നത്തിന്റെയും കാരണം. ഇദ്ദേഹം പറയുന്ന അളവിൽ അത് കൂടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല, എന്റെ മുമ്പിൽ അതിന് കണക്കുമില്ല. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെൺകുട്ടികളിലും അതുപോലെ മുസ്ലിം ആൺകുട്ടികളിലും നമുക്കുള്ള അധാർമിക പ്രവണത. കാരണം മതപരമായ പഠനത്തോട് വിമുഖത കാണിച്ചുകൊണ്ട് കേവല ഭൗതികതയിലേക്ക് അവർ പോകുന്നുണ്ട്. അതുകൊണ്ട് അവരെ ആ കാര്യത്തിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പലതും പറയും. സംഗതി ഇത്രയേ ഉള്ളൂ. മത താല്പര്യം കുറയുന്നു, മതപഠനത്തിനോട് താല്പര്യം കുറയുന്നു, മതകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നു, പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, പടിഞ്ഞാട്ടുന്തിട്ടാൽ കിഴക്കോട്ട് വീഴുന്നു. ഇതാണ് പരാതി. 90കളിൽ ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തം ഒരു സാഹചര്യം വന്നപ്പോഴാണ് മൗലാന അബുൽ ഹസൻ അലി നദവി സാഹിബ്, ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് റിദ്ദത്തുൻ വല അബാബക്കർ ലഹാൻ. ആ പേര് ഒരു ചരിത്ര പശ്ചാത്തലമുള്ളതാണ്. പ്രവാചകന്റെ മരണാനന്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല 1ാം ഖലീഫയായി വന്നപ്പോൾ പലരും സക്കാത്ത് നിഷേധിച്ചു. പ്രവാചകന്റെ കാലത്തെ കൊടുക്കും, ഞങ്ങൾ കൊടുക്കില്ല. കള്ള പ്രവാചകന്മാർ വന്നു. അപ്പൊ മതനിഷേധികൾ വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ അപ്പൊ 90കളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, 90കളിൽ നമ്മളൊരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യം. അത് 90കളിൽ പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായ ഒരു മതനിഷേധ പ്രവണതയുടെ വ്യാപനമൊന്നുമല്ല. കാലങ്ങളായിട്ട് മനുഷ്യർ ഈ ഒരു മതേതര സമൂഹത്തിനോട് അലിഞ്ഞു ചേർന്ന് മുന്നോട്ട് പോയി തുടങ്ങിയപ്പം മതത്തിന്റെ കാർക്കശ്യം കുറഞ്ഞു, വസ്ത്രധാരണമൊക്കെ ഏകദേശം എല്ലാവരും ഒരുപോലെയായി, എല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ 90കളിൽ ഒക്കെ കുറച്ചുകൂടി ശക്തമായിട്ട് വഹാബിസം ഇവിടെ പിടിമുറുക്കുകയും വഹാബിസത്തിലേക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ള മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ മുസ്ലിം യുവതികൾ ആകൃഷ്ടരാവുകയും ഇവർ ഈ പറഞ്ഞ പഴഞ്ചൻ ഏർപ്പാട് പോലെയുള്ള മൗലീദ്, ജാറം സന്ദർശനം, എങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ അനാചാരങ്ങൾ എന്ന് പൊതുവെ വിശ്വാസം കൊണ്ട് പറയാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് മുക്തമായി പ്യുവർ ഇസ്ലാം എന്ന രീതിയിൽ
തൗഹീദ്, ഇസ്ലാഹിയത്ത് ഇവിടെ വഹാബികൾ പ്രചരിപ്പിച്ചപ്പോൾ അറിവും വിദ്യാഭ്യാസമുള്ള ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് ചാടി നേരെ ഇവർ കുറച്ച് പുരോഗമനവാദികളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വഹാബി ആശയത്തിലേക്ക് ചെരിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ വസ്ത്രധാരണം അവിടെ മുതലാണ് നമുക്ക് ഈ പറയപ്പെടുന്ന ഈ ഹിജാബ്, പർദ്ദ, നിക്കാബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പടിപടിയായിട്ട് ആളുകളുടെ മുകളിലോട്ട് വരുന്നത്. അപ്പൊ അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പഴഞ്ചൻ പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാരായിട്ടുള്ള സമസ്ത പെൺകുട്ടികൾ അക്ഷരം പോലും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകളും കോളേജുകളും പ്രത്യേകം തയ്യാറാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. വഹാബികളോട് മത്സരിച്ച് അവരുടെ വസ്ത്രധാരണവും അവരുടെ ഭക്ഷണവും അവരുടെ രീതികളും ഒക്കെ ഒരു അറേബ്യൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുകെട്ടി അതാണ് ഇസ്ലാം എന്ന ഒരു ബോധത്തിലേക്ക് ഇവരും വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് മൗലവിമാർക്ക് അങ്ങനെ ബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നാട്ടിൽ കളിച്ചു നടക്കുന്ന ചെക്കന്മാർക്ക് പള്ളിയില്ല, ജമാഅത്തില്ല നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് യുവാക്കളെ പള്ളികളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്നൊക്കെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് ഇത് കേട്ടോണ്ടിരിക്കുന്ന പല ആളുകൾക്കും അതൊക്കെ അനുഭവം ഉണ്ടാവും. ജമാഅത്തിന് പള്ളിയിൽ ഒരു 50 വയസ്സിന് 45-50 വയസ്സിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പോയ ആളുകൾ വെള്ള തലയിക്കെട്ടുമായിട്ട് പള്ളിയിൽ ഒരു 2 നിരയിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും. സുബഹി നിസ്കാരത്തിനൊക്കെ ഇമാമിന്റെ തൊട്ട് താഴത്തെ നേര വന്ന് ഇത്രേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ചെറിയ കുട്ടികളെ ഉൾപ്പെടെ പള്ളിയിലേക്ക് കയറ്റാൻ വേണ്ടി കഠിനമായ പരിശ്രമവും ഇപ്പൊ നടത്തുന്ന തരത്തിലുള്ള വലിയ ബോധവൽക്കരണ പരിപാടികളും ക്ലാസ് എടുക്കലും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ മതപരത കൂടി എന്നുള്ളത് ഒരു വാസ്തവമാണ്. 90-കൾക്ക് ശേഷം മതപരതയിലേക്ക് ഇസ്ലാമിലേക്ക് കേരള സമൂഹം കൂപ്പുകുത്തി. അവരുടെ വസ്ത്രധാരണം പിന്നെ ഒരു സാരി തലപ്പ് കൊണ്ട് തലയുടെ മുടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ വെറുതെ വളച്ചിട്ടടുത്ത് നിന്ന് മഫ്ത എന്ന് പറയുന്ന ഒരു കേവലം മുഖവസ്ത്രത്തിലേക്കും അതിനപ്പുറത്തേക്ക് പിന്നെ ബുർഹയിലേക്കും നിക്കാബിലേക്കും ഒക്കെ മുസ്ലിം പെൺകുട്ടികളെ, മുസ്ലിം സ്ത്രീകളെ ഇവർ വരിഞ്ഞു മുറുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ 90-കളുടെ തുടക്കത്തിൽ ഇങ്ങനെ മതനിഷേധം ഉണ്ടായപ്പോൾ റിദ്ദത്ത് കൂടി എന്നും എന്നാൽ ഒരു അബൂബക്കർ ഇവിടെ ഇല്ലാതെ പോയി എന്നും ടൈറ്റിൽ ഇട്ടുകൊണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു പണ്ഡിതൻ ഒരു പുസ്തകം എഴുതിയ കഥയാണ് പറയുന്നത്. ആ കഥയുടെ ചരിത്ര പശ്ചാത്തലമാണ് മുഹമ്മദിന്റെ മരണത്തോടു കൂടി തന്നെ മുർത്തദ്ദുകൾ എന്ന് പറയുന്ന ഒരു രൂപം അല്ലെങ്കിൽ ആളുകൾ മുഹമ്മദിന്റെ കാലം കഴിഞ്ഞ ഉടൻ മക്കയിൽ രൂപാന്തരപ്പെട്ടു. അപ്പൊ ആ സമയത്ത് അതിനെ നേരിട്ടയാള് അബൂബക്കർ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 1-ാം ഖലീഫയാണ്. അപ്പം ഇവിടെ മുർത്തദ്ദുകൾ പെരുകുന്നു, എന്നാൽ നമുക്കൊരു അബൂബക്കർ സിദ്ദീഖ് ഇല്ലാതെ പോയി എന്ന ഒരു നിരാശാവാചകം ടൈറ്റിലാക്കിക്കൊണ്ട് എഴുതിയ പുസ്തകത്തിൽ അന്നത്തെ ചരിത്ര പശ്ചാത്തലം ഒന്നുകൂടി സമദ് പൂക്കോട്ടൂർ പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വളരെ കാർക്കശ്യത്തോടു കൂടി പ്രവാചക അധ്യാപനങ്ങൾ നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറയുകയും അത് നിലനിർത്തുകയും ചെയ്തു. നിങ്ങൾ പോരാ. അബ്ദുൽ സമദ് പൂക്കോട്ടൂര് ഈ വിഷയം പറയുന്നതിൽ എന്തോ എവിടെയോ ഒന്ന് പിടിച്ചു വെക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാർക്കശ്യത്തോടെ നേരിട്ടു എന്നല്ല, അവരെ കൊല്ലാൻ ഒരുമ്പെട്ട് ഇറങ്ങി എന്നുള്ളതാണ്. അവരെ തീർത്ത് കളയണം, ഒന്നുകിൽ അവരെ കീഴടക്കണം അല്ലെങ്കിൽ കൊന്നു തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി 1-ാം ഖലീഫ യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ ഇങ്ങോട്ട് പറയും. നിങ്ങളിങ്ങനെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതെങ്ങനെ വിശ്വാസികൾക്ക് മനസ്സിലാവുക? മുഹമ്മദിന്റെ മരണശേഷം ഭരണമേറ്റെടുത്ത ഖലീഫ ആദ്യമായിട്ട് നേരിടേണ്ടി വന്നത് മുർത്തദ്ദുകൾ എന്ന പ്രതിഭാസത്തെയാണ്. ഇസ്ലാം അനുസരിക്കാത്തവർ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്തവർ, മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനെ പേടിച്ചും അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയും മുസ്ലിങ്ങളുടെ കൂടെ നടന്നിരുന്നവർ, യഥാർത്ഥത്തിൽ വിശ്വാസികളല്ലാതിരുന്നവർ, മുഹമ്മദിന്റെ പ്രവാചകത്വം കഴിഞ്ഞപ്പോൾ വേറെ പ്രവാചകന്മാരെ കണ്ട് പ്രവാചകന്മാരുടെ പുറകെ പോയവർ, ഞാനും പ്രവാചകനാണ് എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തവർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംഘങ്ങൾ അബൂബക്കറിന് നേരിടേണ്ടി വന്നു. അബൂബക്കർ അവരോട് ഓരോരുത്തരോടും യുദ്ധം പ്രഖ്യാപിച്ചു. മുർത്തദ്ദുകളെ കൊല്ലണം എന്ന ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കി. മുർത്തദ്ദുകളുടെ മുമ്പിൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് അയാൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും ചെയ്താൽ അവന്റെ മുമ്പിൽ ഭരണാധികാരി കൊടുക്കുന്ന ഓപ്ഷൻ തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക, ഇസ്ലാമിന് കീഴൊതുങ്ങുക, അല്ലെങ്കിൽ അവനെ കൊല്ലുക. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമം നടപ്പിലാക്കാൻ ഖലീഫ സൈന്യ സജ്ജീകരണം നടത്തി. പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞ് ഞാനും പ്രവാചകനാണ് എന്ന് പറഞ്ഞ പുറപ്പെട്ടു വന്ന മുഴുവൻ ആൾക്കാരെയും കൊല്ലാൻ ഏർപ്പാടാക്കി. അതിലേറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ് എന്നിവർ വിളിക്കുന്ന മുസൈലിമ. ആ മുസൈലിമയൊക്കെ കൊല്ലാൻ വഹ്ഷി എന്ന് പറയുന്ന പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് ഉഹദിന് ശേഷം മക്കം ഫത്തയോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ ഒരു ചാവേറിനെ പോലെ അവരുടെ കോട്ടക്കകത്തേക്ക് കടന്നു കയറുന്നതിന്റെയൊക്കെ കഥകൾ ഇവരുടെ വലിയ വീര കഥകളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന കഥയാണ്. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലാൻ വേണ്ടി വഹ്ഷി എടുത്ത സാഹസം, അതൊക്കെ വലിയ കഥയാണ്. അപ്പൊ അബൂബക്കർ അങ്ങനെ ശക്തമായി കണിശമായി നേരിട്ടു എന്നല്ല, കൊല്ലാൻ പുറപ്പെട്ടു എന്ന് തന്നെ പറയണം. അത് നിങ്ങൾക്ക് പറയാൻ മടിയുള്ളത് കൊണ്ട് അത് പറയാൻ കെൽപ്പിള്ള. ഇസ്ലാം മുഹമ്മദിന് ശേഷം നിലനിൽക്കാൻ കാരണം, പിടിച്ചു നിൽക്കാൻ കാരണം മുർത്തദ്ദിനെ കൊല്ലണം എന്ന ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഒരു ലോക നേതാവ് അല്ലെങ്കിൽ ഒരു ഇമാമ് ഉണ്ടായിരുന്നു. യൂസഫ് അൽ കർലാവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അത് വിശദമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് അത് പറയുമ്പോൾ എന്തോ ഒരു പിടുത്തുണ്ട് സമത്. لم يتركوا الردة، لو تركوا الردة ما كان هناك إسلام.
كان انتهى الإسلام منذ وفاة الرسول عليه الصلاة والسلام. فالوقوف أمام الردة هو الذي أبقى الإسلام. وفي آية المائدة إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض أن يقتلوا أو يصلبوا، جاء عن أبي قلابة وغيره من التابعين إن هذه جاءت في المرتدين، وجاءت أحاديث كثيرة، مش حديث واحد ولا اثنين ولا ثلاثة، أحاديث كثيرة عن عدد من الصحابة يعني في أن يقتل المرتد. حديث ابن عباس من بدل دينه فاقتلوه، حديث ابن مسعود لا يحل امرئ إلا بإحدى ثلاث، السيب الزاني والنفس بالنفس، النفس بالنفس، والتارك لدينه المفارق للجماعة، وحديث أبي موسى الأشعري ومعاذ ابن جبل وأبي هريرة وعدد من الصحابة في مسألة. ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്, ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് വ്യാഖ്യാനങ്ങളുണ്ട്. മുർത്തദിനെ കൊല്ലണം എന്ന ഇസ്ലാമിക നിയമമാണ് ഇസ്ലാം മുഹമ്മദിന്റെ മരണത്തിന് ശേഷമുള്ള ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ നിലനിൽക്കാൻ, പ്രിസർവ് ചെയ്യപ്പെടാൻ സഹായകരമായത് എന്നാണ് പറയുന്നത്. അപ്പൊ അബൂബക്കർ എങ്ങനെയാണ് മതനിഷേധികളെ കൈകാര്യം ചെയ്തത് എന്ന് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ നേരത്തെ അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞ മതത്തിനെതിരെയുള്ള വാദങ്ങളെയും മതനിഷേധത്തെയും ഭൗതികമായിട്ടാണ് നേരിടേണ്ടത്, കായികമായിട്ടല്ല എന്നിവർ പറയുന്നത് ഇവരുടെ പുതിയ നയമാണ്. ആ പരിഷ്കരിച്ച നയം ആധുനിക ലോകത്തിന് പറ്റുന്ന തരത്തിൽ പരിഷ്കരിക്കുന്ന അത്തരം നയം മാറ്റങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പൊ 90കളിൽ എഴുതിയ പുസ്തകത്തിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം എന്താണ്? അബ്ദുസമദ് പൂക്കോട്ടൂർ ഒന്നുകൂടി പറഞ്ഞു. അപ്പോൾ ഒരു അബൂബക്കർ ഇന്നില്ലാത്ത കുറവുണ്ട്, അതേസമയം വർദ്ധമാനമായ അളവിൽ മതനിഷേധം വർദ്ധിക്കുന്നു. റിദ്ദത്തുൻ വല അബാബക്കർ ലഹ എന്ന ആ ഹെഡിങ്ങിന്റെ ആ ക്യാപ്ഷന്റെ അർത്ഥം അത് അങ്ങനെ ചെറിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം അന്നും ഉണ്ടെന്നർത്ഥം, ഇന്നും ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ദൗർഭാഗ്യവശാൽ കാലക്കേടിന് നമുക്ക് അങ്ങനെ ഒരു അബൂബക്കർ ഇല്ലല്ലോ എന്ന പരിവേദനം. അബൂബക്കറിനെ എന്ത് ചെയ്യും? മുർത്തദുകളെ കൊല്ലാൻ കെൽപ്പുള്ള പ്രാപ്തിയുള്ള ഒരു അമീർ, ഒരു നേതാവ്, ഒരു ഭരണാധികാരിക്ക് കീഴിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്നതിന്റെ നിരാശയാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ടിലുള്ളത്. അതേ തലക്കെട്ടാണ് ഇവിടെ അബ്ദുസമദ് പൂക്കോട്ടൂർ എടുത്തുദ്ധരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ നിങ്ങൾ ഭൗതികമായിട്ടാണ് നേരിടുക, കായികമായിട്ടല്ല. പക്ഷെ അബൂബക്കർ ഇല്ലാത്ത വിഷമം ഇടക്കിടക്ക് നിങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾ എങ്ങനെയാണ് ഒരേ സമയം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവിടെക്കട്ടെ. അപ്പൊ ഇനി ഇവർ ഈ പറയുന്ന ഏർപ്പാടുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഈ സമസ്ത ഈ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഇവർ ഇന്നും തന്നെ തുടങ്ങിയതല്ല. ഞാൻ പറയുന്നത് ഇവരിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവർ 2 വർഷം മുൻപേ തുടങ്ങി. മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ആക്കാനും പറ്റും. കാരണം 90കളിൽ ഇങ്ങനെ ഒരു കാലഘട്ടം അവർക്ക് കടന്നു വന്നിട്ടുണ്ട്. കോവിഡാനന്തരം ഈ പ്രതിഭാസം അവർ തിരിച്ചറിയുകയും ഇതിനെ നിയന്ത്രിക്കണം, നേരിടണം, മതനിരാസ പ്രവണതയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷിക്കണം എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും ഇതേ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന കളരികൾ, ക്യാമ്പയിനുകൾ നടക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് നടന്ന 2021 ഓഗസ്റ്റിൽ നടന്ന അത്തരം ഒരു ക്യാമ്പയിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇതേ അബ്ദുസമദ് പൂക്കോട്ടൂർ സംസാരിക്കുന്ന ഭാഗമാണ് അടുത്തതായിട്ട് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനന്ന് അവർ പേരിട്ടിരുന്നത് ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്നായിരുന്നു. ഈ ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്ന ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് അന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത് ഇപ്പൊ കേൾക്കാം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ക്ലബ് ഹൗസിൽ നിന്ന് കയറി നോക്കിയാൽ യുക്തിവാദം പെരുകി നിൽക്കുന്ന സമയമാണ്. ആ യുക്തിവാദം പെരുകി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും യുക്തിവാദത്തെക്കുറിച്ച് പറയുമ്പോൾ യുക്തിവാദത്തിലേക്ക് നയിക്കുന്ന ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയേണ്ടി വരും. അങ്ങനെയാണ് റാഷണലിസം പോലെ തന്നെയാണ് കമ്മ്യൂണിസം. അപ്പൊ അന്ന് വളരെ കൃത്യമായി യുക്തിവാദത്തിനെതിരെ, റാഷണലിസം, ലിബറലിസം, കമ്മ്യൂണിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്കെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ നടത്തുകയും മഹല്ലുകൾ അത്തരം ആശയങ്ങളിലേക്ക് ചെന്നുപെടുന്ന കുട്ടികളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും അതിനെ പ്രതിരോധിക്കാനും, കൃത്യമായി ആശയങ്ങളെ പ്രതിരോധിക്കാൻ സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അതിന്റെ നേതൃനിരയെ പ്രത്യേകം പരിശീലിപ്പിക്കുകയും കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും 3 മാസം നീണ്ടു നിൽക്കുന്ന ഓരോ മഹല്ലിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്തു. അതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പോലും അദ്ദേഹം ഈ വിഷയം ഊന്നുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വിഷയം അതായിരുന്നു. എന്താണ് പ്രവർത്തന രീതി? അദ്ദേഹം പറയും. അപ്പോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായി ജനങ്ങളെ മതനിഷേധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണമാണ്. ഈ ബോധവൽക്കരണം നേരത്തെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് കാലാകാലങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഒരു 2 വീഡിയോ കാണുമ്പോഴത്തേക്ക്, ഒരു ലേഖനം വായിക്കുമ്പോഴത്തേക്ക് ഇസ്ലാം വിട്ടു പോവുകയാണല്ലോ. വല്ലാത്തൊരു ഗതികേട് തന്നെയാണല്ലോ. ആത്മീയമായി നമ്മൾ പറ്റേ താഴ്ന്നു പോകുന്നുണ്ടോ? കാരണം ജുമഅക്ക് വരേണ്ട ഒരാവശ്യമില്ല എന്നൊരു തോന്നൽ ജനങ്ങളിൽ വന്നു. ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന തോന്നൽ വന്നു.
നമ്മൾ ചേർന്ന് നിൽക്കേണ്ട സ്ഥാനത്ത് അകലം പാലിച്ചു നിൽക്കുമ്പോൾ നമുക്കിടയിൽ പിശാച്ച് കയറുമെന്ന ഹദീസിലുണ്ട്. കൊറോണയെ പേടിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലായി. അങ്ങനെ നമ്മുടെ ആരാധനകളിൽ പോലും കൂട്ടായ്മയിൽ കൊറോണയ്ക്ക് ശേഷം ജുമയ്ക്ക് നിന്ന സമയത്ത് ആളുകൾക്കിടയിൽ വിടവുണ്ടായെടുത്ത് ഒരാൾ കഴിഞ്ഞ് 3 ആൾ അകലത്തിൽ അടുത്ത ആൾ നിൽക്കുമ്പോൾ ഒരു മുസ്ലിം 3 ഇബിലീസ് അടുത്ത മുസ്ലിം എന്ന തരത്തിൽ മുസ്ലിങ്ങളും ഇബിലീസുമായിട്ട് കൂടിക്കലർന്നു പോലും. അതിന്റെ ദുരന്താണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അന്ന് 2021 ഇവർ പറഞ്ഞത് കേട്ടോ. ും വിശ്വാസത്തിലേക്കും കൊണ്ടുവരികയും നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കി നമ്മുടെ ഭൗതികവും അതുപോലെ തന്നെ പാരത്രികവുമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ മഹല്ലിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഈ പ്രവർത്തനത്തിലുള്ളത്. അപ്പൊ ഈ ഉദ്ദേശത്തിൽ അന്ന് പ്രവർത്തനം തുടങ്ങി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വീണ്ടും അതേ ആശങ്കയും അതേ ഉദ്ദേശത്തിൽ ഈ ഫെഡറേഷൻ പ്രവർത്തിക്കേണ്ടതിന്റെയും ഇന്നും ആളുകൾ മതനിരാസവും ആളുകൾ മതം വിട്ടു പോകുന്നതും മുർത്തതായി പോകുന്നതും അധികരിച്ചു വരികയാണ് എന്ന് പറയുന്നത്. 2 വർഷത്തെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ തോത് കുറക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ആ പരാജയമാണ് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തുറന്നു സമ്മതിച്ചത്. ഇനി വേറെ ഒരു വ്യക്തിയുടെ ചില വാചകങ്ങൾ ഇതേ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആയിരക്കണക്കായ മഹല്ലുകൾ നമ്മുടെ സംസ്ഥാനത്ത് 10,000-കണക്കായ മഹല്ലുകളുണ്ട്. പഞ്ചായത്തുകളെക്കാളും കൂടുതൽ മഹല്ലുകളാണ്. ഒരു പഞ്ചായത്തിൽ തന്നെ ഓരോ വാർഡിലും തന്നെ മിക്കവാറും ഒരു മഹലായി കൂട്ടിയാൽ തന്നെ 10,000-കണക്കിന് മഹല്ലുകളാണ് കേരളത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം, അതിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം അവിടുത്തെ സമൂഹത്തിന്റെ ആ മഹല്ല് നിവാസികളുടെ ജീവിതത്തിന്റെ ക്രമീകരണവും ഉണ്ടാകേണ്ടത്. അപ്പൊ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ആണ് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം പ്രത്യേകം ക്രമീകരിക്കേണ്ടത് എന്ന വാദമാണ് അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത്. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ മഹല്ലുകളാണ് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ അതിന്റെ ഭരണം നടത്തേണ്ടത്. മുസ്ലിം സമുദായത്തിനു മേൽ, ഉമ്മത്തിനുമേൽ ഈ ഉമ്മത്തിന്റെ നേതൃത്വം, മഹല്ല് നേതൃത്വം ഒരു ഭരണകൂടമായി, ഒരു സമാന്തര ഭരണകൂടമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇനി പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ വളച്ചൊടിച്ചു എന്നൊന്നും പറയരുത്, ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ തന്നെ ആദ്യം പറയാം. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിടെ ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, മുസ്ലിം ജീവിതത്തിന്റെ പ്രത്യേകത എന്നുള്ളത് മഹല്ലുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കേരളത്തിലെ മുസ്ലിം ജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസവും കുടുംബപരവും എല്ലാം ആ മഹല്ലുകളുടെ കീഴിൽ തന്നെയാണ്. സമാന്തരമായ ഒരു സർക്കാർ എന്ന് തന്നെ വേണമെങ്കിൽ ഓരോ മഹല്ല് കമ്മിറ്റിയെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും. അപ്പം ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ താമസിക്കുന്ന, ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും വ്യക്തിപരമായി തന്നെ അവകാശമുള്ള പ്രദേശത്ത് മുസ്ലിം വീടുകൾ പ്രത്യേകം കേന്ദ്രീകരിച്ച് മഹല്ലുകൾ എന്ന രീതിയിൽ മുസ്ലിം കുടുംബത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പ്രത്യേകമായി ഒരു സമാന്തര ഭരണകൂടം പോലെ മഹല്ലുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞതാണ് എന്നൊക്കെ തെറ്റിദ്ധാരണയുള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഇവർ ഇടപെടും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ത്രൂ ചെയ്തിരുന്നത്, ഇവരുടെ ഭരണം, നമ്മുടെ നാടിലെ ഭരണവും ഭരണഘടനയും അനുസരിക്കുന്നതിന് പുറമെ മഹല്ലിനെ കൂടി പേടിച്ച്, മഹല്ലിന് കൂടി വഴിപ്പെട്ട് വിധേയപ്പെട്ട് അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന മുസ്ലിം വിഭാഗത്തെ ഇവരെന്തൊക്കെ കാര്യങ്ങളിൽ നിയന്ത്രിച്ചിരുന്നു എന്നുകൂടി ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹം ശ്രദ്ധിക്കുക, ഇന്ന് ഇദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ജനാധിപത്യ പാർട്ടിയുടെ മതേതര പാർട്ടിയുടെ അധ്യക്ഷൻ. ഒരുപക്ഷെ സർക്കാരിന് ജീവിതത്തിന്റെ ഭൗതിക തലങ്ങളിലെ മാത്രമേ സ്പർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 2 തലങ്ങളുണ്ട്. ഭൗതിക തലമുണ്ട്, ആത്മീയ തലമുണ്ട്. അപ്പൊ ഭൗതിക തലത്തെയും ആത്മീയ തലത്തെയും സ്പർശിക്കുന്ന ഭരണവ്യവസ്ഥയാണ് മഹല്ലുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിം സമുദായത്തിന് അവരുടെ മുകളിൽ സമ്പൂർണമായ നിയന്ത്രണമുള്ള ഒരു സമാന്തര ഭരണകൂടം പോലെയാണ് ഓരോ മഹല്ലുകളും പ്രവർത്തിച്ചിരുന്നത്. ആ തരത്തിലുള്ള ചെറിയ മഹല്ല് ഭരണകൂടങ്ങളുടെ ഒരു നേതൃനിരയാണ്, ഒരു ഫെഡറേഷനാണ് ഈ പറയപ്പെടുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു സമാന്തര ഭരണകൂടം തന്നെയാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ പരിപാടി 2021 പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആ ഭരണവ്യവസ്ഥയെ അംഗീകരിച്ചു ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നേട്ടവും. ആ മഹല്ല് ഫെഡറേഷനെ, ആ മഹല്ല് സംവിധാനത്തെ അനുസരിച്ചു മുസ്ലിം സമൂഹം ജീവിച്ചു. മഹല്ലിനെ അനുസരിക്കാതെ ഒരു മനുഷ്യന്, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മഹല്ലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ മഹല്ല് നേതൃത്വം കൊടുക്കുന്ന പള്ളി കമ്മിറ്റിയിലെ ഇമാമ്
ഇവരുൾപ്പെടുന്ന വിശ്വാസത്തെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് പെൺകുട്ടികൾ ഡാൻസ് പഠിച്ചാൽ ഊര് വിലക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന, മഹല്ല് വിലക്കുക എന്നൊക്കെ പറഞ്ഞിരുന്ന കലാപരിപാടികൾ നടന്നിരുന്നു. നാടകത്തിൽ അഭിനയിച്ചതിന്, സിനിമയിൽ പോയതിന്, അമ്പലത്തിൽ പോയി പാട്ടുപാടിയതിന്, ക്ലാസിക് നൃത്തം പഠിച്ചതിന് ഒക്കെ പെൺകുട്ടികളെയും കുടുംബത്തെയും ഊര് വിലക്കിയ കഥകളുണ്ട്. നേരത്തെ അബ്ദുസമദ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മിശ്ര വിവാഹം നടന്നാൽ ആ കുട്ടിയെ മാത്രമല്ല ആ കുടുംബത്തെ തന്നെ ബഹിഷ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു മനുഷ്യൻ മതം ഉപേക്ഷിച്ചാൽ ആ മതം ഉപേക്ഷിച്ച മനുഷ്യന്റെ കുടുംബം തകർക്കുക എന്നതിന് നേതൃത്വം കൊടുത്തിരുന്നത് മഹല്ല് കമ്മിറ്റികൾ തന്നെയായിരുന്നു. അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ, അവരുടെ മേൽ സാമൂഹികമായ പ്രഷർ ചെലുത്താൻ ഇവരുടെ ഈ അധികാരം ഇവർ ഉപയോഗിച്ചിരുന്നു. മഹല്ലിന്റെ ഭീഷണി ഭയന്ന് മഹല്ലിനെ അനുസരിച്ചിട്ടാണ് ഇന്നും ഓരോ മുസ്ലിം കുടുംബത്തിലും മനുഷ്യർ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ വിശ്വാസം ഉപേക്ഷിച്ചാൽ അയാൾക്ക് ഇസ്ലാമിൽ ഇയാൾ ഇപ്പൊ പറയുന്നത് പോലെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഈ സമാന്തര ഭരണ സംവിധാനമാണ്. ഈ സമാന്തര ഭരണം നിയന്ത്രിക്കേണ്ടതാണ്. അത് ഭരണകൂടം ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുകളിലാണ് ഇവരുടെ മഹല്ല് എന്ന സമാന്തര ഭരണം സ്ഥാപിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായ പങ്കുണ്ട്. പല മഹല്ലുകളുടെയും നേതൃനിരയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ മഹല്ലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് മേൽ സമസ്തയെയും മഹല്ല് സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാന്തര ഭരണം നടത്തുന്നു എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അവരുടെ പേര് ജനാധിപത്യ പാർട്ടി, മതേതരത്വ പാർട്ടി. ഇസ്ലാമികമായ ജീവിത ക്രമത്തിന്റെ അച്ചടക്കവും അതിന്റെ പരിപാലനവും അതാണ് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇസ്ലാമിക ജീവിതത്തിന്റെ അച്ചടക്കവും പരിപാലനവും അത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് മഹല്ല് നേതൃത്വത്തിന്റെ ചുമതല. അപ്പം ഓരോ മുസ്ലിം കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും ഇസ്ലാമികമായ ജീവിതം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ചുമതല മഹല്ലിനുണ്ട്. കുട്ടികൾ നിസ്കരിക്കാൻ പള്ളിക്ക് വരുന്നില്ലേ, വെള്ളിയാഴ്ച ജമാഅത്തിന് വരുന്നില്ലേ, അന്വേഷിച്ച് ചെല്ലണം, നിർബന്ധിക്കണം, കാര്യങ്ങൾ തിരക്കണം, ഉത്തരവാദിത്തം. ഒരാൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഓനെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഭാര്യയും കുട്ടികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് വേർപെടുത്തണം. അതിന് ഈ ഭാര്യയുടെ മഹല്ല് ഏതാണെന്ന് അന്വേഷിച്ചു പോയി അവിടെ ഈ ഭാര്യയുടെ രക്ഷിതാക്കളെ കണ്ടെത്തി ഇവരെ വേർപിരിക്കാൻ അവിടുന്നുള്ള സമ്മർദ്ദം. അതിനാണ് ഈ കോർഡിനേഷൻ. മനസ്സിലായോ? പല പരിപാടികളുണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവരെയൊക്കെ വെച്ച് വിലപേശണം. എന്തൊക്കെ പരിപാടികളുണ്ട്! ഇത് മാത്രമാണോ അവർക്ക് ചെയ്യാനുള്ളത്? അത് എവിടെയൊക്കെ കൈവിട്ടു പോകുന്നു അവിടെ മുസ്ലിം ജീവിതം വഴിതെറ്റപ്പെടുന്നു എന്നുള്ളതാണ്. മഹല്ല് സംവിധാനം അത് അടുക്കും ചിട്ടയുമില്ലാതെ പോകുമ്പോൾ ആ മഹല്ലിലെ അഹ്ലുകാർ, ആ മഹല്ലിലെ മുസ്ലിം ജീവിതം തന്നെ അടുക്കും ചിട്ടയും നഷ്ടപ്പെടുന്നു. അവിടെ ആശയപരമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്താ പറഞ്ഞത്? ആശയപരമായ കടന്നുകയറ്റം ഉണ്ടാവും മഹല്ലുകളിലെ. അപ്പൊ ഇവര് മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്തെന്നാ വിചാരിച്ചിരിക്കുന്നത്? ഇവര് പള്ളിയിലെ ഇമാമ് പറഞ്ഞു കൊടുക്കുന്നതും ഇവിടുത്തെ കാളി പറഞ്ഞു കൊടുക്കുന്നതും വെള്ളിയാഴ്ച ഖുതുബക്ക് അപ്പുറത്തേക്ക് മദ്രസ കുട്ടികളുടെ ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുന്നതും കഴിച്ചാൽ വേറെ ഒരു ആശയവും അവിടെ കയറാൻ പാടില്ല എന്നാ. ആശയപരമായ കടന്നുകയറ്റം ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ SFIയിൽ പോയി ചേരും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഏതെങ്കിലും കുട്ടികൾ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയത്തോട് ആകർഷണം തോന്നും, അവർ ഫെമിനിസം പറയും. അല്ലെങ്കിൽ ആളുകൾ സ്വതന്ത്ര ചിന്ത ഒരു ചിന്തയിലേക്ക് മാറും, കാര്യങ്ങൾ ചോദിക്കാനും പറയാനും തുടങ്ങും. ഇതൊക്കെ മഹല്ല് സംവിധാനത്തിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിരിച്ച് ഈ മഹല്ല് സംവിധാനങ്ങൾ കെട്ടുറപ്പുള്ളതാക്കുകയും ആശയപരമായിട്ടുള്ള എല്ലാ ഈ കടന്നുകയറ്റങ്ങളെ ചെറുക്കുകയും മുസ്ലിം കുടുംബങ്ങളും വീടുകളും ഇസ്ലാമിക ചിട്ടക്കനുസരിച്ച് കണിശമായി ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രദ്ധയും അതിനുവേണ്ട നടപടികളും സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് മഹല്ലുകളുടെ കടമ എന്നാണ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സമാന്തര ഭരണം കൂടുതൽ ശക്തമാക്കണം എന്നർത്ഥം. അതേ അവസരത്തിൽ മഹല്ലുകൾ സുസംഘടിതമാകുമ്പോൾ അവിടെ മുസ്ലിം ജീവിതത്തെ ചെറുപ്രായത്തിൽ തന്നെ ക്രമീകരിക്കുവാനും നല്ലൊരു വളർച്ച അവർക്കുണ്ടാക്കുവാനും കഴിയുന്നു. അപ്പൊ അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് മഹല്ലുകൾ ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ എന്താണ് മഹല്ല്, എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഇത് 2 കൊല്ലം മുമ്പ് ഇവർ സംഘടിപ്പിച്ച പരിപാടിയും അതിനനുസരിച്ച് എല്ലാ മഹല്ലുകളിലും ഈ ക്യാമ്പയിനും പരിശീലനവും ഒക്കെ കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് സമദ് പറഞ്ഞത് എന്താണ്, അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞത് എന്താണ് എന്ന് ഒരു തവണ കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, പുതിയ തലമുറയിൽ മതനിരാസം വർദ്ധിച്ചു വരുന്നത്. കാരണം യുക്തിവാദ സംഘടനകൾ ശക്തമായി പിടിമുറുക്കിയിട്ടുണ്ട്. നിരീശ്വര നിർബന്ധ പ്രസ്ഥാനങ്ങൾ വർദ്ധിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവണത ചില ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വാദം. എന്തായാലും ഇവരുടെ കാര്യത്തില്
ചെറുതല്ലാത്ത ഒരു സഹതാപം ഇവരോട് തോന്നുന്നുണ്ട്. പക്ഷേ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇതിന് പരിഹാരം എന്ന രീതിയിൽ ആ പഴയ പരിപാടി തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഫലം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് പറയാമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു തീർത്തു. അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഈ വരുന്ന 5-ാം തീയതി, നവംബർ 5-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഫാനോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ കുറേ കാലത്തിന് ശേഷം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു പബ്ലിക് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇവിടെയാണ്. ജബ്ബാർ മാഷും പിന്നെ വിശ്വനാഥൻ ഡോക്ടർ ഉൾപ്പെടെ കുറേ ആളുകൾ അതിനകത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഞാനും ഒരു ചെറിയ വിഷയവുമായിട്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ നവംബർ 5 കോഴിക്കോട് ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിൽ വിളിച്ചാൽ പരിപാടിയുടെ മറ്റു വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടി ഇന്നൊന്ന് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് 1-2 ദിവസത്തിനകം നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അതുകൊണ്ട് പരിപാടിയിൽ വരുന്നവർ അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കുക. നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നു.